വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ അൽഗോരിതം അല്ലെങ്കിൽ ഹിഡൻ സർഫസ് റിമൂവൽ അൽഗോരിതം. രണ്ടും ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഒരു റിയലിസ്റ്റിക് ഗ്രാഫിക് ഡിസ്പ്ലേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു മേജർ കൺസിഡറേഷനാണ് നമ്മുടെ സീനിലുള്ള വിസിബിളായിട്ടുള്ള പാർട്ട് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഇത് മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള ഏരിയാസ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ വിസിബിളായിട്ടുള്ള ഏരിയാസ് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് പല മെത്തേഡ്സും ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള രണ്ട് മെത്തേഡെന്ന് പറയുന്നത് രണ്ട് അപ്രോച്ചാണുള്ളത്. ഫസ്റ്റ് ഒബ്ജക്റ്റ് സ്പേസ് അപ്രോച്ചും ഇമേജ് സ്പേസ് അപ്രോച്ച് അല്ലെങ്കിൽ മെത്തേഡ്. നമ്മൾ 3D സ്പേസ് പ്രൊജക്റ്റ് ചെയ്ത് 2D കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാര്യമൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് സ്പേസ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് റിയൽ ഓബ്ജക്ട്സിലാണ്. അതായത് നമ്മുടെ സീനിലുള്ള ഓബ്ജക്ട്സിനെ കമ്പയർ ചെയ്തിട്ട് ഒബ്ജക്ട്സ് പാർട്സിനെയോ കമ്പയർ ചെയ്ത് ആ സീൻ ഡെഫിനേഷനിലുള്ള ഒബ്ജക്ട്സ് പാർട്സിനെയോ കമ്പയർ ചെയ്ത് ഏതൊക്കെ സർഫസസ് ആണ് വിസിബിൾ ആയിട്ടുള്ളത് എന്ന് നമ്മൾ ലേബൽ ചെയ്യുന്നു. ഇനി ഇമേജ് സ്പേസ് അപ്രോച്ചിലാണെങ്കിൽ പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷമുള്ള, അതായത് വിസിബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത് പ്രൊജക്ഷൻ പ്ലെയിനിലാണ്. പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഓരോ പിക്സൽ പൊസിഷനിലും വിസിബിലിറ്റി എങ്ങനെയാണ് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മിക്കവാറും ഒത്തിരി അൽഗോരിതംസ് ഈ ഇമേജ് സ്പേസ് അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ അൽഗോരിതം രണ്ട് അൽഗോരിതമാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ഡെപ്ത് ബഫർ മെത്തേഡ്. ഫസ്റ്റ് അൽഗോരിതം ഡെപ്ത് ബഫർ അൽഗോരിതം. ഡെപ്ത് ബഫർ അൽഗോരിതം ഇതിന് ഇസഡ് ബഫർ അൽഗോരിതം എന്നും പറയും. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ വ്യൂ പ്ലെയിൻ ഇസഡ് ആക്സിസിലാണ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഡെപ്ത് ബഫറിന് പകരം ഇസഡ് ബഫർ എന്നും പറയുന്നത്. അതായത് ഇസഡ് വാല്യൂവിനെയാണ് നമ്മൾ ഡെപ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡെപ്ത് ബഫർ അൽഗോരിതം ഇസഡ് ബഫർ അൽഗോരിതം എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു അൽഗോരിതം അതിലൊരു ബേസിക് ഐഡിയ ഞാൻ പറയാം. ഇപ്പം നിങ്ങളൊരു ഇമേജ് കാണുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ പ്രൊജക്റ്റഡ് സ്ക്രീനാണ്. ഇവിടെ ഈ കാണുന്ന 3 ഓബ്ജക്ട്സിനെ ഈ സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഓബ്ജക്ട്സ് ഇത് ഏറ്റവും പുറകിൽ, അതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? ഈ ഫ്രണ്ടിൽ കാണുന്ന ഓബ്ജക്റ്റ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അതിൻ്റെ പുറകിലുള്ള ഒബ്ജക്റ്റ് അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ, ഈ ഒരു പോർഷൻ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എന്താ കാര്യം, ഈ ഫ്രണ്ടിലെ ഒബ്ജക്റ്റ് ഇതിനെ ഹൈഡ് ചെയ്യുന്നു, ബാക്കി പോർഷൻസ് ഹൈഡ് ചെയ്യുന്നു. ഇനി ഈ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെയും കുറച്ച് പോർഷൻ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടുത്തെ ഇത്രയും പോർഷൻ കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ഈ ഒരു പോർഷൻ മാത്രമേ ബാക്കി കാണാൻ പറ്റുന്നില്ല, ഇതിൻ്റെ പുറകിലാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഈ പോയിൻ്റ്, ഇത് സെൻറ്റർ ഓഫ് പ്രൊജക്ഷൻ. ഈ 3 ഓബ്ജക്ട്സിനെയും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഈ ഓബ്ജക്ട്സിൻ്റെ ഈ പോർഷൻസ് ഒന്നും കാണാൻ പാടില്ല. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വരച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല. ശരിക്കും നമ്മൾ ഒരു റിയലിസ്റ്റിക് ഇമേജ് ആവുമ്പോൾ ഇത് കാണാൻ പാടില്ല. ഇതിൻ്റെ കളേഴ്സോ ഇൻറ്റൻസിറ്റിയോ ഒന്നും നമ്മൾ പുറത്ത് കാണാൻ പാടില്ല, ഇങ്ങനെ തന്നെ വരണം. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ അൽഗോരിതം ചെയ്യുന്നത്. അതിൻ്റെ ഇമേജ് സ്പേസ് അപ്രോച്ച് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കായിട്ട് രണ്ട് ബഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡെപ്ത് ബഫർ, ഡെപ്ത് ബഫർ. അടുത്തത് റിഫ്രഷ് ബഫർ. ഇങ്ങനെ 2 ബഫർ യൂസ് ചെയ്യുന്നുണ്ട് ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യാനായി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഓബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഓബ്ജക്ട്സിൻ്റെ ഡെപ്ത് സ്റ്റോർ ചെയ്യുന്നു. ഒപ്പം ഈ ഓരോ സ്ക്രീൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ XY വാല്യൂ ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു ഡെപ്ത് വാല്യൂ ഇതിനകത്തുണ്ടല്ലേ. ഡെപ്ത് ഉള്ളത് കൊണ്ടാണല്ലോ ഈ 3 ഓബ്ജക്റ്റും 3 ഡെപ്തിലാണുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ഒരു ഡെപ്ത് വാല്യൂ ഉണ്ട്. അപ്പോൾ XY വാല്യൂ ഉണ്ട്, ഒരു ഡെപ്ത് വാല്യൂ ഉണ്ട്. XY Z വാല്യൂസ് ഉണ്ടെന്ന് മീനിങ്. നമ്മളിവിടെ 2 ബഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഡെപ്ത് ബഫറും അടുത്തത് റിഫ്രഷ് ബഫറും. അതിൽ ഡെപ്ത് ബഫർ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഓരോ പിക്സൽ പോയിൻറ്റിലെയും ഡെപ്ത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ ഒരു പിക്സൽ പോയിൻ്റ്, ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മുടേതായി ഈ കാണുന്ന ഒബ്ജക്റ്റിൻ്റെ ഡെപ്ത് ആയിരിക്കും. അതേസമയം ഈ പിക്സൽ പോയിൻ്റ് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ഒബ്ജക്റ്റ്, ഈ സർക്കിൾ അതിൻ്റെ ഡെപ്ത് ആയിരിക്കും. അപ്പോൾ ഈ പിക്സൽ പോയിൻറ്റിലേത് 3ാമത്തെ ഒബ്ജക്റ്റിൻ്റെ ഡെപ്ത് ആയിരിക്കും. ഈ ഫിഗറിനകത്ത് നമുക്ക് മനസ്സിലാവും ഇത് 3D സ്പേസിലിരിക്കുമ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ ഡെപ്ത് വാല്യൂ ആണ്. അതിവിടെ വരുമ്പോൾ ആ ഡെപ്ത് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഡെപ്ത് ബഫറിനകത്ത് എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഡെപ്ത് ബഫറിൽ ഓരോ പിക്സൽ പോയിൻറ്റിലെയും ഓരോ XY പോയിൻറ്റിലെയും Z വാല്യൂ അല്ലെങ്കിൽ ഡെപ്താണ് സ്റ്റോർ ചെയ്യുന്നത് ഡെപ്ത് ബഫറിനകത്ത്. ഇനി റിഫ്രഷ് ബഫറിലോ, ഇപ്പോൾ റിഫ്രഷ് ഓഫ് X, Y എന്ന് പറയുന്നത് ഈ XY പൊസിഷനിലെ ഇൻറ്റൻസിറ്റി വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാം, ഈ പൊസിഷനിലെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? ഈ പൊസിഷനിലെ ഇൻറ്റൻസിറ്റി ഈ ഓബ്ജക്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണോ അതായിരിക്കും. ഈ പോയിൻറ്റിൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കും. അങ്ങനെ വരും. അപ്പോൾ അൽഗോരിതം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്ന് നോക്കാം. ഇനിഷ്യലി നമ്മുടെ ഡെപ്ത് ബഫറിനകത്ത്
ഇപ്പോൾ ഡെപ്ത് ബഫർ എന്ന് പറയുമ്പോൾ അതൊരു മാട്രിക്സ് പോലെയാണല്ലേ. ഇപ്പോൾ 0,0 എന്ന് പറയുന്ന പൊസിഷൻ, അടുത്ത് 0,1 എന്ന് പറയുന്ന പൊസിഷൻ, 0,2 എന്ന് പറയുന്ന പൊസിഷൻ, അങ്ങനെ അങ്ങനെ എത്ര പിക്സൽ പൊസിഷൻസ് ഉണ്ടോ അതുപോലെ താഴോട്ടും 10, 11 അങ്ങനെ ഒത്തിരി പൊസിഷൻസ് ഉണ്ട് അല്ലെ, ഒരു മാട്രിക്സ് പോലെയാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇങ്ങനെ ഇത്രയല്ല, ഒത്തിരി വരും അങ്ങോട്ട്. ഇങ്ങനെ പോവും. അപ്പോൾ ഇവിടെ എന്താ സ്റ്റോർ ചെയ്യുന്നത്? 0,0യിലെ ഡെപ്ത് വാല്യൂ, ഇത് ഡെപ്ത് ബഫർ ആണെങ്കിൽ 0,0യിലെ ഡെപ്ത് വാല്യൂ ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇതുപോലെ റിഫ്രഷ് ബഫറും ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ എന്താ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? 0,0യിലെ ഇൻറ്റൻസിറ്റി വാല്യൂ എന്താണോ അതാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡെപ്ത് എല്ലാം മിനിമം ഡെപ്ത് സെറ്റ് ചെയ്യും. മിനിമം ഡെപ്ത് അല്ലെങ്കിൽ 0, മിനിമം ഡെപ്ത് അതായത് 0 എന്ന് സെറ്റ് ചെയ്യും. നമ്മളെ ഡെപ്ത് ഒരു നോർമലൈസ്ഡ് വാല്യൂ ആണ്, 0യ്ക്കും 1നും ഇടയിലുള്ള വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഡെപ്ത് എല്ലാ പൊസിഷനിലെയും ഡെപ്ത് 0 അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത് എന്ന് പറഞ്ഞാൽ മിനിമം ഡെപ്ത് സ്റ്റോർ ചെയ്യുന്നു. നോർമലി 0 ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ റിഫ്രഷ് ബഫറിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്, റിഫ്രഷ് ബഫറിലെ എല്ലാ പൊസിഷനിലും ബാക്ക്ഗ്രൗണ്ട് ഇൻറ്റൻസിറ്റി എന്താണോ അത് സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സർഫസിനകത്ത് എത്ര പോളിഗൺസ് അല്ലെങ്കിൽ എത്ര ഓബ്ജക്ട്സ് പറഞ്ഞിട്ടുണ്ടോ ആ എല്ലാ ഓബ്ജക്ട്സിനെയും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്കാൻ ലൈൻ അറ്റ് എ ടൈം എന്നുള്ള കണക്കിന് പ്രോസസ്സ് ചെയ്യുന്നു. എന്താണ് പ്രോസസ്സിങ്? ഓരോ പിക്സൽ പോയിന്റിലെയും, അതായത് നമുക്ക് ഈ പഴയ ഫിഗറിലേക്കൊന്ന് വരാം. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള മീനിങ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ സ്കാൻ ലൈൻ ഇങ്ങനെ പോവും, ഇങ്ങനെ പ്രോസസ്സ് ചെയ്യും. ഇത് ഓരോ ഓബ്ജക്റ്റിനും പ്രത്യേകിച്ചാണ് ചെയ്യുന്നത്. അതായത് ആദ്യം എനിക്ക് വേണമെങ്കിൽ ഈ ഒബ്ജക്റ്റ് എടുക്കാം, ആദ്യം ഈ ഒബ്ജക്റ്റിനെ എടുക്കാം, അല്ലെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ ഇതെടുക്കാം. അതായത് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം ഈ ഒബ്ജക്റ്റ് എടുത്തു, പിന്നെ ഇതെടുത്തു, പിന്നെ ഇതെടുത്തു. അറ്റ് എ ടൈം ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നു, ഇങ്ങനെ സ്കാൻ ചെയ്യുന്നു, ഇങ്ങനെ സ്കാൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒബ്ജക്റ്റാണ് എടുത്തിരിക്കുന്നത്, ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നു, ഇങ്ങനെ സ്കാൻ ചെയ്യുന്നു. ഒരു അറ്റ് എ ടൈം ഒരു സ്കാൻ ലൈൻ എന്നുള്ള രീതിയിൽ സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഓരോ പിക്സൽ പോയിന്റിലെയും ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യും. സ്കാൻ ചെയ്ത് പോകുമ്പോൾ ഡെപ്ത് എന്താ, ഇപ്പോൾ 0 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡെപ്ത് ബഫറിൽ 0യും റിഫ്രഷ് ബഫറിൽ ബാക്ക്ഗ്രൗണ്ട് ഇൻറ്റൻസിറ്റിയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഓരോ സ്കാൻ ലൈനായിട്ട് സെർച്ച് ചെയ്യും. ഇപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഒബ്ജക്റ്റ് എടുത്തുകൊണ്ട് ഓരോ സ്കാൻ ലൈനായിട്ട് സെർച്ച് ചെയ്യും. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഈ ഒബ്ജക്റ്റിലൂടെ കടന്നു പോകുന്ന സ്കാൻ ലൈൻസിലെല്ലാം ആ ഒബ്ജക്റ്റിൻ്റെ ഡെപ്തും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും എനിക്ക് മനസ്സിലാവും. അപ്പോൾ എവിടെയൊക്കെയാണോ ഈ സ്കാൻ ലൈൻ നമ്മുടെ ഒബ്ജക്റ്റിലെത്തുമ്പോൾ ആ പൊസിഷനിൽ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ പൊസിഷൻ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്ത്, ഇപ്പോൾ ഓരോ പിക്സൽ പോയിന്റിലും, ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു സ്കാൻ ലൈൻ ഇങ്ങനെ പോകുമ്പോൾ ഓരോ പിക്സൽ പോയിന്റും പാസ് ചെയ്ത് പോകുമല്ലോ. ആ പാസ് ചെയ്ത് പോകുമ്പോൾ ഓരോ പിക്സൽ പോയിന്റിലും അവിടുത്തെ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെപ്ത് നമ്മൾ ഓൾറെഡി ഡെപ്ത് ബഫറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് അതിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ, നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ അതിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ന്യൂ ഡെപ്ത് ആയിരിക്കും നമ്മുടെ ഡെപ്ത് ബഫറിൽ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ഒരു
ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഗ്രേറ്ററായിട്ട് വന്നു, അങ്ങനെ ചേഞ്ച് വന്നെങ്കിൽ ഉടനെ ആ പൊസിഷനിലെ ഇൻറ്റൻസിറ്റി നമ്മുടെ റിഫ്രഷ് ബഫറിലും പോകും. അപ്പോൾ ഇവിടേക്ക് സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും ഒരു മാറ്റവും ഇല്ല. അതായത് ബാക്ക്ഗ്രൗണ്ട് ഇൻറ്റൻസിറ്റി തന്നെയാണ്, ഡെപ്ത് 0 തന്നെയാണ്, ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. ഇവിടെ എത്തുമ്പോഴും ഒന്നും മാറ്റമില്ല. കാരണം ഈ ഒബ്ജക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, നമ്മൾ ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ആദ്യത്തെ സ്കാനിൽ എന്തായി, ഇവിടെ ഇങ്ങനെ ഈ ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ടിലുള്ള ഈ ഒബ്ജക്റ്റിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു വ്യത്യാസം വന്നു. ഈ പോയിന്റിലെത്തിയപ്പോൾ എന്തോ വ്യത്യാസം വന്നു. നമ്മുടെ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഡെപ്ത് 0 അല്ല, വേറെ ഒരു വാല്യൂ ആണ് വന്നത്. എന്താണ്? അപ്പോൾ എന്ത് ചെയ്യും? ആ ഡെപ്ത് നമ്മുടെ ഡെപ്തുമായിട്ട് കമ്പയർ ചെയ്ത്, നമ്മുടെ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡെപ്തുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അല്ല, ആ സെയിം വാല്യൂ അല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വാല്യൂ ഗ്രേറ്റർ ആണല്ലേ, ഗ്രേറ്റർ ആയതുകൊണ്ട് ഈ വാല്യൂ ഡെപ്ത് ബഫറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഒപ്പം റിഫ്രഷ് ബഫറിൽ ഈ കറസ്പോണ്ടിങ് XY പൊസിഷനിൽ റിഫ്രഷ് ബഫറിലെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഈ സ്കാനിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇവിടേക്ക് നമ്മൾ വാല്യൂസ് ചേഞ്ചായി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടം വരെ എത്തുമ്പോഴേക്കും ഒരു എല്ലാ സ്കാൻ ലൈൻസും കംപ്ലീറ്റ് ആയി. അടുത്ത ഒബ്ജക്റ്റിനെ വീണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണം. അടുത്ത ഏതാണ്? ഈ ഒബ്ജക്റ്റ് ആണല്ലേ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ നിന്ന് തുടങ്ങി. ഇവിടെ ഒന്നും വ്യത്യാസമില്ല, ഇവിടെ എങ്ങും പഴയതുപോലെ തന്നെ, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇൻറ്റൻസിറ്റിയും ഡെപ്തും ഒക്കെ അത് തന്നെ. ഇവിടെ വന്നപ്പോൾ ഡെപ്ത് വീണ്ടും മാറും. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്തു. ഡെപ്ത് ഗ്രേറ്റർ ആയതുകൊണ്ട് ഈ ഒബ്ജക്റ്റിൻ്റെ ഡെപ്ത് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ ഇങ്ങോട്ട് വന്നു, ഇങ്ങനെ വന്നു. ദാ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഏത് ഒബ്ജക്റ്റാണ്, നമ്മുടെ രണ്ടാമത്തെ ഈ സർക്കിളിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ മീതെ ഈ പൊസിഷനിലൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഡെപ്ത്, ഞാൻ പുതിയൊരു ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്തു. അതായത് നമ്മുടെ ഡെപ്ത് ബഫറിലുള്ള വാല്യൂ അല്ല എനിക്ക് കിട്ടുന്ന, വേറൊരു ഡെപ്താണ് കിട്ടിയത്. എന്നിട്ട് ആ ഡെപ്ത് അതേതാണ്? നമ്മുടെ സർക്കിളിൻ്റെ ഡെപ്താണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പൊസിഷനിലൊക്കെ എത്തുമ്പോൾ സർക്കിളിൻ്റെ ഡെപ്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ എന്താ കാര്യം? സർക്കിളിൻ്റെ ഡെപ്തും ഓൾറെഡി ഡെപ്ത് ബഫറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂയും കൂടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡെപ്ത് ബഫറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനേക്കാൾ ലെസ്സാണ് സർക്കിളിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് അല്ലേ, ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഡെപ്ത് എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ലെസ് ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഈ പോയിൻറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ എന്താണ്? ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡെപ്ത്, അതായത് 0 ആണ് ഡെപ്ത് ബഫറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ സർക്കിളിൻ്റെ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു, കമ്പയർ ചെയ്യുന്നു, ഗ്രേറ്റർ ആണെന്ന് മനസ്സിലാവുന്നു, അത് ഡെപ്ത് ബഫറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. കറസ്പോണ്ടിങ് റിഫ്രഷ് ബഫറിലെ വാല്യൂ, പൊസിഷൻ വാല്യൂ ചേഞ്ച് ചെയ്യും. ഇങ്ങനെ ഓരോ ഒബ്ജക്റ്റിനും ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ലാസ്റ്റ് നമുക്ക് നമ്മുടെ റിഫ്രഷ് ഡെപ്ത് ബഫറിൽ ഏതൊക്കെ പൊസിഷൻസ് ആണ് നമുക്ക് വ്യൂ ചെയ്യുന്ന ആ ഡെപ്ത് മാത്രം കാണാൻ പറ്റും. അതിൻ്റെ റിഫ്രഷ് വാല്യൂസ് ആയിരിക്കും റിഫ്രഷ് ബഫറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡെപ്ത് ബഫർ എന്ന് പറയുന്നത്.